ഹലോ, റിനു ഹോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേയേറെ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലം തുടങ്ങി ഇഷ്ടംപോലെ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയമാണ്. നമ്മുടെ കൊറിയർ സർവീസ് DTDC ആണ്. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഏതൊക്കെ പ്ലാന്റ്സാണ് ഉൾപ്പെടുത്തിയതെന്നും ഏതൊക്കെ വെറൈറ്റീസാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് സ്നോബാൾ എന്നറിയപ്പെടുന്നൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ. നമ്മൾ ജിഫിയിൽ ഇത് പിടിപ്പിച്ചെടുത്ത പ്ലാന്റാണ്. നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ വൈറ്റ് കളറും ഗ്രീനും വൈറ്റും കലർന്ന പുള്ളികളും ഇതിൽ കറക്റ്റായിട്ട് വരിക. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഒരു പെപ്രോമിയ വെറൈറ്റിയാണ്. പെപ്രോമിയ ക്ലസിഫോളിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. അതിൻ്റെ ജിഫിയുള്ള പ്ലാന്റാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപ. അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് പൊട്ടറ്റോ ബുഷാണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ചെറുതിലേ തന്നെ നിറഞ്ഞ് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് ക്രീപ്പർ റോസ് ആണ്. അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 90 രൂപ. അടുത്ത സെയിലിനുള്ളത് മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് ആണ്. മ്യൂസിക്കിൻ്റെ ചിഹ്നത്തിൻ്റെ അതേ ഷേപ്പിൽ മൊട്ട് വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതേ സൈസ് പ്ലാന്റാണ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു അത്യാവശ്യം സൺലൈറ്റ് കിട്ടാൻ പാകത്തിന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. നിറഞ്ഞ് ഫ്ലവറായി വരും. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഷ്രിംപ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഇതിലുണ്ടാവുന്നത്. നിറഞ്ഞ് ഫ്ലവർ ചെയ്യുന്നൊരു നല്ലൊരു ബുഷ് പ്ലാന്റ് ആണ്. ഇതേ സൈസ് പ്ലാന്റാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 90 രൂപ. അടുത്ത പ്ലാന്റ് പിച്ചകാണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. നല്ല സുഗന്ധം തരുന്നൊരു പ്ലാന്റ് കൂടിയാണിത്. നമുക്ക് ബുഷായിട്ടും ക്രീപ്പറായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 65 രൂപ. അടുത്ത സെയിലിനുള്ളത് മാണ്ടിവില്ലയാണ്. നല്ല റെഡ് കളറിൽ ഫ്ലവർ തരുന്ന വെറൈറ്റി ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 95. അടുത്തത് മാണ്ടിവില്ലേൻ്റെ വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. റേറ്റ് വരുന്നത് 90 രൂപ. അടുത്ത പ്ലാന്റ് നീർമാതളാണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത പ്ലാന്റ് പെൻസിൽ ക്യാറ്റസ് ആണ്. അതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 30 രൂപ. അടുത്ത സെയിലിനുള്ളത് ഐറിസ് പ്ലാന്റ് ആണ്. അതിൻ്റെ ബ്ലൂ കളറിൽ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ്. ഇതിൽ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപ. ഇതിൻ്റെ ഒരു തൈ നട്ടാൽ നിറഞ്ഞ് തൈകളായി വരും. നല്ല ഭംഗിയുള്ള ഫ്ലവറാട്ടോ അതിലുണ്ടാവുന്നത്. അത്യാവശ്യം നനയെ കൊടുത്ത് നന്നായി തന്നെ നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 100 രൂപ. അടുത്തത് ഐറിസ് പ്ലാന്റിൻ്റെ വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ്. ഇതിലും ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപ. അടുത്ത നമുക്ക് മൾബറീൻ്റെ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതേ സൈസ് പ്ലാന്റാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തത് പെപ്രോമിയ വെറൈറ്റിയാണ് കേട്ടോ. പെപ്രോമിയ വെരിഗേറ്റഡ്. അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 രൂപ. അടുത്ത സെയിലിനുള്ളത് നീലയമരിയാണ്. മുടിയുടെ സംരക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് എണ്ണ കാച്ചാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 50 രൂപ.
അടുത്ത പ്ലാന്റ് വരുന്ന അസേലിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ അയച്ചു തരിക. പക്ഷേ കളർ കൺഫേം ആയിരിക്കില്ല. ലീഫൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് എടുത്ത് തരാൻ കഴിയുക. ഇപ്പം ഞാൻ കാണിച്ചത് വൈറ്റ് കളറാണ്. അങ്ങനെ നമുക്ക് ലീഫ് ഡിഫറൻസ് നോക്കിയിട്ട് എടുത്തു തരാൻ കഴിയും. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് വാൾ ക്രീപ്പറാണ്. അതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത്. ഇതേ സൈസ് പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 40 രൂപ. അടുത്ത പ്ലാന്റ് ടിംബൂച്ചിന എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മെലസ്റ്റോമയാണോ എന്ന് തോന്നും കേട്ടോ. പക്ഷേ അതിൻ്റെ ലീഫിൽ വ്യത്യാസമുണ്ട്. ഒരു വെൽവെറ്റ് പോലെയുള്ളൊരു ലീഫാണ്. ഫ്ലവർ മെലസ്റ്റോമ പോലെ തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷേ കുറച്ച് വലിയ ഫ്ലവറായിരിക്കും. ഇതേ സൈസ് പ്ലാന്റാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. ചില പ്ലാന്റിൽ ലീഫ് ഇച്ചിരി കുറവായിരിക്കും കേട്ടോ. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തത് നമുക്ക് സെയിലുള്ളത് ഒരു മുല്ലയാണ്. ചമേലി മുല്ലയാണ്. ഒരു വെറൈറ്റി മുല്ലയാണ് കേട്ടോ. ഇത് നമ്മുടെ പിച്ചകത്തിൻ്റെ ഫ്ലവറിനേക്കാളും കുറച്ച് വലിപ്പമുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത്. അതിൽ സ്മെല്ലിന് വ്യത്യാസമുണ്ട്. നല്ല അപാര സുഗന്ധം തരുന്നൊരു ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയൊരു മുല്ലയാണ്. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത നമുക്ക് സെയിലിനുള്ളത് പോഡോകാർപ്പസ് പ്ലാന്റ് ആണ്. ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. നമുക്കിത് ബോൺസായി ആയിട്ടും നമുക്കിങ്ങനെ ഓരോ ഷേപ്പിലൊക്കെ നമുക്ക് വെട്ടി നിർത്താനും ഒതുക്കി നിർത്താനൊക്കെ പറ്റും. ഭാഗികമായി സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത സെയിലിനുള്ളത് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ്. ഗോൾഡൻ കളറിൽ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ്. അങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പം സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 40 രൂപ. അടുത്തതും ഗോൾഡ് ഫിഷിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതേ സൈസ് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. ജിഫിയിൽ വന്ന പ്ലാന്റ് തന്നെയാണ്. റേറ്റ് വരുന്നത് 40 രൂപ. അടുത്തത് സെയിലിനുള്ളത് പെപ്രോമി വെറൈറ്റിയാണ്. ജിഫിയിൽ വന്ന പ്ലാന്റ് ആട്ടോ ഇത്. റേറ്റ് വരുന്നത് 30 രൂപ. അടുത്ത പ്ലാന്റ് ബ്ലൂ എക്സോറയാണ്. ബ്ലൂ കളറിൽ നിറഞ്ഞ് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ്. ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ലെമൺ പേരയാണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. സാധാരണ പേരയുടെ കായ്കളേക്കാൾ കുറച്ച് വലിപ്പം കുറവായിരിക്കും. നല്ല യെല്ലോ കളറായിരിക്കും കേട്ടോ. നല്ല രുചിയും നല്ല മധുരവും ഒക്കെ ഉള്ളൊരു പേരയാണിത്. ഇതേ സൈസ് പ്ലാന്റാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത സെയിലിനായിട്ടുള്ളത് ഹൈബ്രിഡ് മൊസാണ്ടയാണ്. ഇതേ സൈസ് പ്ലാന്റാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. അത്യാവശ്യം ഫ്ലവറൊക്കെ ആയി തിക്കായിട്ട് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 150 രൂപ. അടുത്ത സെയിലിനായിട്ടുള്ളത് ഒരു ബുഷ് പ്ലാന്റ് ആണ്. ബ്രാവിയ പ്ലാന്റ് ആണിത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവറാട്ടോ ഇതിലുണ്ടാവുന്നത്. നിറഞ്ഞ് ഫ്ലവറായിട്ട് വരും. പിന്നെ ഇതിൽ നിറയെ വിത്തുകളാവും കേട്ടോ. നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല വലിയ പ്ലാന്റാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത നമുക്ക് സെയിലിനായിട്ടത് ലീഫി പ്ലാന്റ് ആണ്. ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല മജന്ത കളറും ലൈറ്റ് ഗ്രീനും കേട്ടോ അതിൻ്റെ ലീഫ് വരുന്നത്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത സെയിലിനായിട്ടുള്ളത് ഫൈക്കസ് പ്ലാന്റ് ആണ്. ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 35 രൂപ. അടുത്തത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ആഫ്രിക്കൻ ലില്ലിയാണ്. അതിൻ്റെ 2 കളേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റും ഈ വയലറ്റ് കളറും. ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് ഓരോന്നിനും 100 രൂപ. ഇത് നമുക്ക് നന്നായി തന്നെ കെയർ ചെയ്ത് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. അതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഓവർ സൺലൈറ്റിൽ വെക്കണമെന്നില്ല. ആവശ്യത്തിന് നനയൊക്കെ കൊടുത്താൽ മതി. നന്നായി തന്നെ ഫ്ലവറും ആവും. നല്ല ഭംഗിയായിരിക്കും. അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് പ്ലൂമേറിയാണ്. അതിൻ്റെ റെഡ് കളറ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 330 രൂപ.
അടുത്ത പ്ലാന്റ് നിക്കോഡിയാണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം ബുഷായ പ്ലാന്റ് ആട്ടോ ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 90 രൂപ. അടുത്ത പ്ലാന്റ് വാൻഡ്രിഞ്ചു ആണ്. അതിൻ്റെ ജിഫിയിൽ വന്ന ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 25 രൂപ. അടുത്ത സെയിലിനായിട്ടുള്ളത് പെപ്പിനോ ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഒരുപാട് പ്രത്യേകതയുള്ള ഫ്രൂട്ടാണിത്. നമുക്ക് നട്ട് 2 മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കായ്കൾ ഉണ്ടാവാൻ തുടങ്ങും. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ അതിന്. ഇതിൻ്റെ കട്ടിങ് മിൽസിലൂടെ നമുക്ക് ഒരുപാട് തൈകളൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഹിമാലയൻ യെല്ലോ ആണ്. നിറഞ്ഞ് യെല്ലോ കളർ ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപ. ഇത്രയും പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ സെയിലിനിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ റിപ്ലൈ തരുന്നതാണ്. എല്ലാവരും മെസ്സേജ് നമ്മൾ നോക്കുന്നതാണ്. ഈവനിങ്ങിലൊക്കെ ആയിരിക്കും മിക്കവാറും നമുക്ക് നോക്കാൻ കഴിയുക. പകലൊക്കെ പാക്കിങ്ങും തിരക്കുമായിരിക്കും. പിന്നെ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.